ഞങ്ങളിപ്പോൾ തൃപ്പൂണിത്തുറയിലാണ്. ഞങ്ങളപ്പം കുറേ പേരുണ്ട്. ഫുൾ ഗാങ് ആയിട്ടാണ് ഇന്ന് യാത്ര പോകാൻ പോകുന്നത്. ബാക്കി വിശേഷങ്ങള് വഴിയില്. നമ്മളിതാ കേരളത്തിലെ പ്രസിദ്ധമായ പാലം ക്രോസ് ചെയ്തു. പാലമൊക്കെ പൊളിച്ച് പുതിയ പാലത്തിന്റെ പണി ഒക്കെയാണ് ഈ ഭാഗത്ത്. എന്തായാലും ഇവിടെ എത്തുമ്പോ എന്നും ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് പാലാരിവട്ടം പാലം. അതെ, നിറയെ ചീനവലകളുണ്ട്. ഇവിടെ ശരിക്കും ഫിഷിങ് ധാരാളം ഉള്ള ഒരു സ്ഥലമാണ്. കായലിന്റെ പ്രദേശങ്ങളാണല്ലോ, കായലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശം. വേമ്പനാട്ട് കായലുണ്ട് കേട്ടോ. ഇത് പുതിയൊരു പാലാണ്, കടമക്കുടിക്ക് പോകാനുള്ളതാണ്. കണ്ടെയ്നർ റോട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് കടമക്കുടിക്ക് പോവാൻ ഇപ്പൊ പുതിയ ബ്രിഡ്ജ് 3-4 മാസം മുമ്പേറ്റാണ് ഇത് ഓപ്പൺ ചെയ്തത്. ഇപ്പൊ അല്ലെങ്കിൽ വേറെ വഴി കൂടെ വളഞ്ഞ് വന്ന് അല്ലെങ്കിൽ ബോട്ട് എടുത്തിട്ടൊക്കെ വരണമായിരുന്നു. ഇപ്പൊ ഈ ബ്രിഡ്ജിലുണ്ട്, ഇപ്പൊ അങ്ങനെയൊക്കെ എളുപ്പമായി. അങ്ങനെ ഞങ്ങളിതാ കടമക്കുടി എത്തി. ഇതാ കാണുന്നില്ലേ, പരന്ന് കിടക്കാണ്. നല്ല രസമുണ്ട്. ഇവിടെ കുറെ ദ്വീപുകളാണ്, കുറെ ഐലൻഡ്സ്. തുരുത്തെന്ന് വേണമെങ്കിൽ പറയാം. ദ്വീപ് എന്നൊക്കെ അത്ര വലുതാക്കി പറയാൻ പറ്റുമോ അറിയില്ല. കുറെ തുരുത്തുകള്. അപ്പൊ ആ തുരുത്തിനെ ചുറ്റപ്പെട്ട് 4 പുറവും വെള്ളം. പ്രധാനമായിട്ടും ഫിഷിംഗ് ആണ് ഇവിടെ ഉള്ളത്. വരണ വഴിക്കുണ്ട് ഞങ്ങൾ ധാരാളം ചീനവലകൾ കണ്ടു. വഴിയിലൊക്കെ ചീനവല. അപ്പൊ അത് കണ്ട് നല്ല ഭംഗിയുള്ള റോട്ടിൽ കൂടെ 2 സൈഡിലും ഇങ്ങനത്തെ രസകരമായ കാഴ്ചകളും. അങ്ങനെയാണ് ഈ കടമക്കുടിക്ക് വരിക. ഇവിടെ എത്തിയാലും അതെ, പ്രത്യേകിച്ചും രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന കുറെ കാഴ്ചകളായിരിക്കും ലഭിക്കുക. നന്ദനെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ വഴി ട്രാവൽ? കൊറേ വണ്ടികളുണ്ടായിരുന്നു, 3-4 വണ്ടികളുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ റോഡ് ഉണ്ടായിരുന്നു. അത് പറ്റില്ല, അത് നല്ല പാടെല്ലാം വണ്ടി ഓടിക്കാനെല്ലാം. അപ്പൊ നമ്മള് വേറെ റോഡ് വന്നു. അതിലാണെങ്കിൽ ചെറിയ റോഡല്ല, നല്ല വലിയ റോഡാണ്. അപ്പൊ അങ്ങനെ സുഖമായിട്ട് പോകുന്നു അല്ലേ? ഇവിടെ വരണ വഴിക്ക് ഇവിടെ ഒരു ട്രീ ഹൗസ് കണ്ടു. പക്ഷെ മോളിക്ക് എങ്ങനെ ഒരു കയറൊക്കെ താഴെ കിട്ടുന്നത്, അത് കയറാൻ ആർക്കും ധൈര്യം ഇതുവരെ എത്തിയിട്ടില്ല. വിഷ്ണു ഇതിന്റെ മുകളിൽ എത്താൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ്.
ആർക്കൊക്കെ നന്നായി മരം കയറാൻ അറിയാം? ട്രീ ഹൗസിന് അടിയിൽ തൊട്ടൂലേ? എങ്ങനെയുണ്ട് കടമക്കുടി? അതെല്ലേ, നല്ല വ്യൂ ആണ്, വ്യൂ പോയിന്റ്. പിക്ചേഴ്സ് എടുക്കാൻ നല്ല രസമാണ്. ഫോട്ടോ വീഡിയോ. പക്ഷെ ഇവിടുത്തെ വഴികൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ കൊറേ കടമക്കുടികളുണ്ട്. ആദ്യം ഞങ്ങളൊരു ചെറിയ കടമക്കുടി കൂടെ വന്നത്. ഇപ്പൊ ഞങ്ങള് വാരാപ്പുഴ റോഡിൽ കൂടെ വന്നു. വലിയ കടമ്പുഴി അല്ലേ? വരാൻ ചൂടി നല്ല കാറെടുത്ത് വരുമ്പോ ഈ വരാപ്പുഴ ആ ഭാഗത്തു കൂടെ വരാൻ നല്ലത്. കൂടെ പോയതിനെക്കാട്ടിലും നല്ലത് സ്കൂട്ടറിൽ കൂടെ വരുമ്പോഴാണ് നല്ലതാവുക. അപ്പൊ ഏറ്റവും നല്ലത് സ്കൂട്ടറിൽ വരികയാണ് ഇവിടെ കൂടെ എൻജോയ് ചെയ്യാൻ അല്ലേ? രാവിലെ നേരത്തെ വെയിലില്ല. അപ്പൊ ഈ കടമക്കുടിയുടെ കാഴ്ചകളിലൂടെ പോകുമ്പോ ഞങ്ങളൊരു ചേട്ടനെ പരിചയപ്പെട്ടു കേട്ടോ. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ആ ഏട്ടന്റെ കുട്ടിക്കാലത്ത് ഈ കടമക്കുടിയിലെ ഇവിടെ മുഴുവനെ പൊക്കാളി കൃഷിയായിരുന്നു ഇത്ര. അതായത് വെള്ളം കെട്ടി നിർത്തിയിട്ടില്ല, അത് ബണ്ട് ഒഴിച്ചു വിടുക, എന്നിട്ട് അവിടെ കൃഷി ചെയ്യണത്. പക്ഷെ ഇപ്പൊ കൃഷിയില്ല, വളരെ കുറവാണ്. അപൂർവം ചില സ്ഥലത്ത് മാത്രം കുറച്ച് ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ വെറുതെ കിടക്കുകയാണ്. ഫിഷിംഗ് ആണുള്ളത് പിന്നെ അധികമായിട്ട്. പിന്നെ ഒരു രസം കണ്ടത് ഇതുപോലത്തെ കുഞ്ഞേ തോണിയില് ഇവിടുത്തെ ആളുകൾ യാത്ര ചെയ്യാം. സാധാരണ രീതിയിൽ റോഡിൽ കൂടെ കുറെ സമയം ചുറ്റി വരേണ്ട സ്ഥലങ്ങളിലേക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഇതുപോലത്തെ തോണിയില് ബോട്ടും കൂടി വെച്ചിട്ടുണ്ട്. തോണിയും മോട്ടറും ബോട്ടും കൂടി മിക്സായി ബോട്ട് വെച്ചിട്ട് അങ്ങനെ പോവാം. അപ്പൊ എളുപ്പത്തിന് വേഗം സ്ഥലങ്ങളിലേക്ക് എത്താനും പറ്റുന്നുണ്ട്. അതും കണ്ടു. അങ്ങനെ കുറെ പേര് ഈ പാലത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയായിരുന്നു ഈ തോണി കൂടെ. പക്ഷെ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴേക്കും അത് മിസ്സായി. ഇവിടെ ഒരു ചേട്ടൻ ചൂണ്ടയിടായിരുന്നു കേട്ടോ. അപ്പൊ ചൂണ്ടയൊക്കെ വാങ്ങി ഞങ്ങളും പരീക്ഷിച്ചൊക്കെ എന്തെങ്കിലും കിട്ടുമെന്ന്. അയ്യോ, എട്ടുകാലിയൊക്കെ അടി കൂടെ പോണ അതൊക്കെ കിട്ടും. ഞങ്ങൾ ആക്ച്വലി ഇവിടെ തൃപ്പൂണിത്തുറയ്ക്ക് വന്നതായിരുന്നു. ഞങ്ങളുടെ കസിൻസിന്റെ ഒപ്പം ഒന്ന് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇത് തികച്ചും ഒരു യാദൃശ്ചികമായിട്ട് കിട്ടിയ സ്ഥലമാണ് ഈ കടമക്കുടി. നമ്മളിവിടെ വന്ന് കാണണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ ലെവിനേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നല്ലതാണ്, നിങ്ങൾ പോയിക്കോ, വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. ഞങ്ങൾക്ക് രാവിലെ നേരത്തെ വരണം എന്നായിരുന്നു, അത് നടത്തില്ല. ഇന്നലെ രാത്രി കുറേ നേരം ഷീറ്റൊക്കെ കളിച്ചിരുന്ന് കുറേ നേരം സമയം കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത്. സ്ഥലം സൂപ്പറാണ്, അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഇനിയും വരണം എന്തായാലും, അത് ഉറപ്പാണ്. ഇപ്പോൾ തൽക്കാലം ഈ കാഴ്ചകളൊക്കെ കാണും. ഇനി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല പിക്ചേഴ്സ് നമുക്ക് കാണിച്ചു തരാം. സത്യം പറഞ്ഞ ട്രാവലിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് വിഷ്ണു. ഞങ്ങളുടെ ഒപ്പം എല്ലാ സ്ഥലത്തേക്കും വിഷ്ണുവാണ്. ബാക്കി എല്ലാവർക്കും ക്ഷീണമായി അല്ലേ വിഷ്ണു? ബാക്കി എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്. അവരൊക്കെ അവിടെ തന്നെ നിന്നു, ക്ഷീണം കാരണം മടിയായി. അതെ, ഞങ്ങൾ പോയി ചീനവലയൊക്കെ കണ്ടു വന്നു. പോവാം നമുക്ക്. ചീനവലത്തിന് മുമ്പ് അത്ര അടുത്ത് കണ്ടുണ്ടോ? ഇല്ല, നല്ലോണം അടുത്തുനിന്ന് കണ്ടു. അതെ, അപ്പൊ നമുക്ക് തിരിച്ചു പോവാം ഇനി. അതെ, അവരൊക്കെ കാറിന്റെ അവിടെ എത്തി തോന്നുന്നുണ്ട്.
Escape from City School.